എന്താ മോളെ? ഗോപാലമ്മ, സുന്ദരിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ഇനി എവിടെ പോയി കണ്ടുപിടിക്കാനാ? അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്കിവിടെ നിൽക്കാനും തോന്നുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുക. കാശില്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ടോ? 3-4 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും നമുക്ക് സുന്ദരിയെ കണ്ടുപിടിക്കാം മോളെ. 2 ദിവസത്തിനുള്ളിൽ നിന്റെ പ്രശ്നം ഗോപാലമാമൻ പരിഹരിച്ചു തരും. നീ ഒന്ന് വിശ്വസിക്കേ. എല്ലാം കൈവിട്ട അവസ്ഥയില. നാട്ടിൽ ചെന്ന ഒന്നുമില്ലെങ്കിലും അമ്മയുടെ അടുത്ത് ഇരിക്കെങ്കിലും ചെയ്യാലോ. അത്രയും സമാധാനം കൊടുക്കാലോ ആ പാവത്തിന്. ഗോപാലേട്ടൻ പറയുന്നത് മോളൊന്ന് കേക്ക്. എല്ലാം മാറാനുള്ള മാർഗ ഗോപാലേട്ടൻ അന്വേഷിക്കുന്നേ. സുനന്ദേ, നീ സിത്താര മാഡത്തിന്റെ വീട്ടിലേക്ക് പോകുമല്ലേ? എന്നാ കൃഷ്ണമോളെ കൂടെ കൂട്ടിക്കോ. അയ്യോ, ഞാൻ പോകുന്നില്ല ഗോപാലമാമ. ആ, എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന്. പിന്നെ മോൾ ഇവിടെ തനിച്ചിരിക്കണ്ടേ? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാവുമ്പോ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും ഒക്കെ ഉള്ള ജോലി തീർത്ത് പെട്ടെന്ന് ഇങ്ങ് പോരാല്ലോ. 1 മിനിറ്റ്, ഞാനിപ്പോ വരാം. തങ്കേച്ചിയുടെ കാര്യത്തില് ഗോപാലേട്ടൻ എന്തോ വലിയ പ്രതീക്ഷയാ. ഗോപാലേട്ടൻ ശ്രമിക്കട്ടെ മോളെ, നീ വാ. ഞാന് മോൾക്ക് 1-2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, നോക്ക്. എനിക്കിതൊന്നും ചേരില്ല ഗോപാലമാമ. നമുക്ക് വെട്ടിച്ചുരുക്കിട്ടേ മോൾക്ക് കൊടുക്കാം. എന്താ മോളെ ഈ പറയുന്നത്? കാണാൻ ചുവടുള്ള പെമ്പിള്ളേർക്ക് എന്തിട്ടാലും നല്ല ഭംഗിയാണ്. ഒരു വലിയ വീട്ടിലല്ലേ പോകുന്നത്, അപ്പൊ അതിന് ചേർന്ന ഡ്രസ്സൊക്കെ ഇട്ടുണ്ടല്ലേ പോവേണ്ടത്. എന്നിട്ട് സുനന്ദേച്ചി എന്താ ഈ വേഷത്തില്? സുനന്ദേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തൂടെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ? സുനന്ദേച്ചിക്കും ഗോപാലമാവനൊക്കെ ഇനി എന്ത് ജീവിതമുള്ള? പിന്നെ എനിക്കാണോ ജീവിതം? പറഞ്ഞു നിന്നാ നേരം പോകും. മോളി എന്നിട്ടോണ്ട് വാ, ചെല്ലേ. സുനന്ദ, നീയും ചെല്ലേ. എന്തിനാ പോകുന്നത് നിനക്കറിയാലോ. എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം. ചെല്ലേ. മമ്മി, മമ്മിക്ക് ഇപ്പൊ തൃപ്തിയായല്ലോ. എന്ത് കൂളായിട്ട് ഇന്ന് വിവാഹത്തിനുള്ള ഡേറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് മമ്മി പറഞ്ഞത്.